ഇപ്പോൾ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് വോട്ടൊക്കെ പെട്ടിയിലായി. മെയ് 4 അതിൻ്റെ റിസൾട്ട് വരും. അത് കഴിഞ്ഞാലാണ് മന്ത്രിസഭയുടെ കാര്യവും മുഖ്യമന്ത്രിയുടെ കാര്യമൊക്കെ ചർച്ച ചെയ്യപ്പെടുക. തമാശ എന്താ വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആര് മുഖ്യമന്ത്രിയാണെന്നുള്ള ചർച്ച തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും ചില വ്യക്തികളെ ഉപയോഗിച്ചൊക്കെ മുഖ്യമന്ത്രി ആരാവണമെന്ന് ഫിക്സ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു ഇടപെടൽ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരികയുണ്ടായി, പത്രങ്ങളിലും വരികയുണ്ടായി. കേരളത്തിലെ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കളിൽ ഒരാളായ കെ സുധാകരൻ തന്നെ കെ സി വേണുഗോപാലാണ് നല്ലത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പറയുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് അദ്ദേഹം പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാണ് നല്ലതാണ്. ഇപ്പോൾ അഭിപ്രായം മാറിയെന്ന് തോന്നുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? അല്ലേ, കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തവണ തമ്മിലടിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിന് ചരിത്രത്തിലൊരു മഹാഭാഗ്യമായിട്ട് കണ്ടത്. കാരണം 2021 തെരഞ്ഞെടുപ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മലബാറിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലത്തും പോയപ്പോഴേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഭീകരമായിട്ട് അടിയാണ് നടക്കുന്ന പല സ്ഥലങ്ങളിലും. പലർക്കും കൊടുക്കാൻ കൊണ്ടുവന്ന കാശ് ചില ആളുകളെ കീശയിൽ പോയി എന്നടക്കമുള്ള ആരോപണങ്ങൾ അന്ന് ഞാൻ ഈ പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടതാണ്. ധർമ്മജൻ എന്നിട്ട് ആളുണ്ടായിരുന്നു നമ്മളെ ബാലുശ്ശേരിയിൽ. അയാൾ പിന്നെ പാവം ഈ വഴിക്ക് വന്നിട്ടില്ല. കാരണം അത്തരം ദുരന്തങ്ങളാണ് അവർ അനുഭവിച്ചത്. അപ്പോൾ പലപ്പോഴും കോൺഗ്രസ്സിൽ ഈ തരത്തിലുള്ള സ്വഭാവങ്ങൾ, ഈ തമ്മിലടി, പരസ്പരം പാരവെപ്പ്, ഗ്രൂപ്പ് അതൊക്കെ പണ്ടേ ഉള്ളതാണ്. പക്ഷെ ഇത്തവണ താരതമ്യേന അത് കുറവായിരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നൊരു പ്രത്യേകത. ഒരുപക്ഷെ ഇനി അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്നൊരു ബോധ്യത്തിൽ നിന്നായിരിക്കാം. പക്ഷേ അതിന് തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് തന്നെ കേരളത്തിൽ ഈ സർക്കാരിനെതിരായിട്ട് CPM-നെതിരായിട്ട് വലിയൊരു തരംഗമുള്ളതായിട്ട് പൊതുവിൽ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറേ റിയാലിറ്റി ഉണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും സംസാരിക്കുമ്പോഴും കേരളത്തിൽ അങ്ങോളമുള്ള ആളുകൾ, പല തരത്തിലുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം ഈ സർക്കാരിനെതിരായിട്ടുള്ളൊരു ജനവികാരം അതിശക്തമായിട്ടുണ്ട്. അപ്പം അത് തീർച്ചയായും ഒരു 10, 80 അല്ലെങ്കിൽ ഒരു 100 സീറ്റ് വരെ UDF-ന് കൊടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം വെട്ടിയിലായ വോട്ടാണ്. ഇനിയിപ്പോൾ അതേക്കുറിച്ച് ബേജാറാവേണ്ടതില്ല. ഇനി അടുത്തത് മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. അത് അത്ര ഗൗരവത്തിലുള്ളൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കർണാടകയിലുണ്ടായിരുന്നു. രാജസ്ഥാനിൽ ഇത് വല്ലാതെ കൂടിയപ്പോഴാണ് സച്ചിൻ പൈലറ്റിനെ പോലെ ഒരാളെ മാറ്റിയിട്ട് അശോക് ഗെഹ്ലോട്ടിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. അതിന്റെ പേരിൽ വലിയ തർക്കങ്ങളുണ്ടായി. സംസ്ഥാനം പോയി. യഥാർത്ഥത്തിൽ സംസ്ഥാനം പോയി. ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ BJP ശർമ്മ, അതെ, അയാൾ കോൺഗ്രസിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസിലുണ്ടായിരുന്ന ആളാണ്. കോൺഗ്രസിന്റെ വളരെ ശക്തനായിട്ട് നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനോട് ഹൈക്കമാൻഡും മറ്റു പൊതുവിൽ കോൺഗ്രസ് ലീഡർഷിപ്പും കാണിച്ച സമീപനം അത് വളരെ മോശമായിരുന്നതുകൊണ്ട് അദ്ദേഹം നേരെ പാർട്ടി വിട്ട് BJP പോയി. പിന്നെ BJPക്ക് കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് കോൺഗ്രസിന് അവിടെ തലവെക്കാൻ കഴിഞ്ഞിട്ടില്ല. മിക്കവാറും കേരളത്തിൽ, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഇത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ സമീപകാലത്തായിട്ട് കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ കോൺഗ്രസ് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ന്യായ് പദ്ധതി, അതുപോലെ കുറേയൊക്കെ ഒരു ലിബറൽ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആശയങ്ങൾ, അതുപോലെ കീഴാള സമൂഹം, ഈ കാസ്റ്റ് സെൻസസ് പോലുള്ള വിഷയങ്ങളിൽ കീഴാള സമൂഹത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ. അപ്പോൾ ഒരു തരത്തിൽ ഒരു ലെഫ്റ്റ് ഓഫ് ദ സെൻറ്റർ പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ പൊസിഷൻ എടുക്കുന്നതിൽ കോൺഗ്രസ് കൂടുതൽ വിജയിച്ചു വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പൂർണ്ണമായിട്ടും അതിനകത്ത് യോജിപ്പിക്കാൻ കഴിയില്ല. കാരണം പലതരത്തിലുള്ള താല്പര്യങ്ങളതാണ്, പലതരത്തിലുള്ള റൈറ്റ് വിങ് ആശയങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇതുപോലെ വ്യക്തിഗതമായിട്ടുള്ള ഗ്രൂപ്പ് പരമായിട്ടുള്ള എന്താ പറയുക, നമ്മളൊരു തദ്ദേശീയനായിട്ടുള്ള ഈ പ്രഭുക്കന്മാരുടെ ഒരു പാർട്ടിയാണ്. ഓരോ പ്രദേശത്തും അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാധീന വലയങ്ങളുണ്ട്. അവരുടെ ഒരു ഐക്യമുന്നണി എന്ന നിലയ്ക്ക് മാത്രമാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പം എന്നാലും ഒരു 10-20 വർഷത്തിനിടയിൽ കോൺഗ്രസ് കുറേയൊക്കെ ഒരു ക്ലിയർ ഐഡിയോളജിക്കൽ പൊളിറ്റിക്കൽ പൊസിഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമത്തിൽ ഒരു തനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് തോന്നിയ സന്ദർഭത്തിലാണ് അദ്ദേഹം AICC പ്രസിഡന്റ് പദവി രാജിവെച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞ രൂപത്തിലല്ല പാർട്ടി പോയത്. അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യങ്ങളല്ല പാർട്ടി ഉയർത്തിയത്. അദ്ദേഹം യഥാർത്ഥത്തിൽ അന്ന് ഉന്നയിച്ച വിഷയങ്ങൾ ഏറ്റെടുക്കാൻ പാർട്ടി നേതാക്കൾ തയ്യാറായില്ല. പക്ഷെ പിന്നീട് കൂടുതൽ അദ്ദേഹം പ്രത്യേകിച്ച് യാത്ര നടത്തി, കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള യാത്ര നടത്തിയതിന് ശേഷം ഗ്രാസ് റൂട്ട് ലെവലിൽ വലിയൊരു ഇളക്കം കൊണ്ടുവരുന്നതിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു. അതോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് കൂടുതൽ ശക്തമായിട്ട് ആ പാർട്ടിയിൽ ഉറപ്പിക്കപ്പെടുന്നത്.
അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തെത്തുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വോയിസ്, പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ ഏറ്റവും കീഴാള സമൂഹത്തിൽ നിന്നല്ല ദളിത് സമൂഹത്തിൽ നിന്ന് ലീഡർ ICC അധ്യക്ഷനായിട്ട് വന്നു. അപ്പോൾ കുറേയൊക്കെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിൽ, അതിനെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ പാർട്ടി വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് ഇവിടെ കാണുന്നുണ്ട്. കേരളം അടക്കമുള്ള പ്രദേശങ്ങളിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേയൊക്കെ ഡിസിപ്ലിനോടുകൂടി തെരഞ്ഞെടുപ്പ് നടത്താൻ അവർ കഴിഞ്ഞു. നേതാക്കന്മാർ തമ്മിലുള്ള ഭിന്നതകൾ ഇലക്ഷൻ കാലത്തെങ്കിലും ഉണ്ടായില്ല. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പഴയ ഗ്രൂപ്പ് യുദ്ധങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ സുധാകരൻ ചെയ്യുന്നുണ്ട്. സുധാകരൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കും. സുധാകരൻ എല്ലാ കാലത്തും ആ തരത്തിലുള്ള ഒരു സമീപനം എടുക്കുന്ന ആളാണ്. ലൂസ് കാനൺ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ തോന്നിയ മാതിരി പോകുന്ന ഒരാൾ. പക്ഷേ അങ്ങനെ അല്ലാത്ത ആളുകൾ, ഇപ്പോൾ എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ്, അദ്ദേഹം വളരെ യങ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ലീഡറാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നാണ്. പക്ഷേ ഇതിനകത്തൊരു അനാവശ്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് സംശയിക്കാവുന്ന ഒരു കമൻ്റ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരിക്കലും പുതിയ തലമുറയിലെ ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം പോലെ പ്രധാനപ്പെട്ട ജില്ലയിൽ വരാൻ പാടില്ലാത്തതായിരുന്നു. സുധാ മേനോൻ, ഇത് അത്ഭുതപ്പെടുന്നുള്ളൊരു കാര്യം, സുധാ മേനോനെ പോലുള്ള ആളുകൾ, അവർ കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ പൊസിഷൻ എടുക്കുന്ന ഒരു റൈറ്ററാണ്, എഴുത്തുകാരി, സാംസ്കാരിക പ്രവർത്തകയാണ്. അവരിപ്പം പിന്നെ ഇതിനകത്ത് KC വേണുഗോപാൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ടുള്ള ചില KC വേണുഗോപാലിന്റെ ക്ലാസ്മേറ്റ് ആണ്, ക്ലാസ്മേറ്റ് കുടുംബക്കാരും ബന്ധമൊക്കെ ആയിരിക്കും. അവർ രണ്ടുപേരും കണ്ണൂർക്കാരാവുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടേണ്ടത്. KC വേണുഗോപാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനാപരമായ ചുമതല വഹിക്കുന്നയാളാണ്. അദ്ദേഹം കേരളത്തിലെ ഇലക്ഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയും VD സതീശനാണുള്ള പ്രധാനപ്പെട്ട റോളുകൾ വഹിച്ചു പോയത്. അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പദവിയിലേക്ക് അവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വരാൻ അർഹതയുണ്ട്. പക്ഷേ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാപരമായ ചുമതലയുള്ള ഒരാൾ പെട്ടെന്ന് ഒരു എൻട്രിക്ക് വേണ്ടി കേരളത്തിലേക്ക് വരുന്നത്? അതിന് ലോജിക്ക് എന്താ? അല്ല, അത് നേരത്തെ തന്നെ സംശയിക്കപ്പെട്ടിരുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ കേരളത്തിൽ പിന്നെ തൻ്റേതായിട്ട് സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് കൂടുതൽ വളരെ എവിഡൻ്റായിട്ട് പുറത്തു വരും. അദ്ദേഹം കൂടുതൽ ശക്തിയോടുകൂടി ഇതിനകത്ത് മാനിപ്പുലേഷൻസിന് സാധ്യത തുറക്കും എന്നുള്ളത് തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഒരു തോന്നലിൽ പ്രധാനപ്പെട്ട കാരണം KC വേണു സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ കേന്ദ്രത്തിൽ വഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പങ്കാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി അങ്ങനെയുള്ള ആ കോൺഗ്രസിലെ ആ മുഖ്യ കുടുംബവുമായിട്ട് തീർച്ചയായും ഒരു കുടുംബാധിപത്യം എന്ന് പറയാവുന്ന ഒരു ആധിപത്യം കോൺഗ്രസിൽ ഇന്നുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, അത് റിയാലിറ്റിയാണ്. അപ്പോൾ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം, ഇതെല്ലാം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കണ്ണുണ്ടാവും. ആ കണ്ണുണ്ട് എന്ന തോന്നലിന് പിന്നെ നേരത്തെ തന്നെ ശക്തി നൽകിയതാണ്. പക്ഷെ അന്നൊക്കെ KC വേണുഗോപാൽ അത് അത്തരം കാര്യങ്ങളെ തള്ളിക്കളയാണ്ടായിട്ട്, തൻ്റെ താല്പര്യങ്ങൾ അതല്ല, വിജയിക്കൽ മാത്രമാണ്. പക്ഷേ ഇപ്പം KCക്ക് വേണ്ടി പുതിയ ആളുകൾ പുറത്തു വരുന്നതോടുകൂടി, പുതിയ ശബ്ദങ്ങൾ വരുന്നതോടുകൂടി, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആളുകൾ ആ രംഗത്ത് വരുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മൂവാണോ എന്ന് സംശയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ടതില്ല. സാംസ്കാരിക രംഗത്തുനിന്ന് രാഷ്ട്രീയ നേതാക്കൾ ഇതെല്ലാം ഒന്നൊന്നായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ചില താല്പര്യങ്ങളാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ആ തരത്തിലുള്ള ചർച്ചകളെ നിയന്ത്രിക്കുന്നത് സംശയിക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് മുന്നിൽ നിൽക്കുന്നത് VD സതീശനാണ് എൻ്റെ ഒരു ധാരണ. 2-3 കാരണങ്ങൾ. ഒന്ന്, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് VD സതീശൻ വളരെ കൃത്യമായിട്ടുള്ള, വളരെ അസർട്ടീവായിട്ടുള്ള ലീഡർഷിപ്പ് നൽകിയിട്ടുള്ളതാണ്. മാത്രമല്ല, പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ മുന്നണിക്കും ഏറ്റവും വലിയ ശത്രുവായിട്ട് നിന്നത്, ഏറ്റവും വലിയ എതിരാളിയായിട്ട് നിന്നത് സത്യത്തിൽ VD സതീശൻ തന്നെയാണ്. VD സതീശനോട് അവർക്കുള്ള വിരോധം തന്നെയാണ് VD സതീശൻ ആണ് യഥാർത്ഥത്തിലുള്ള നേതാവ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ടുള്ള ചില ആശയങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, കേരളത്തിൻ്റെ സൊസൈറ്റിയുടെ സവിശേഷതയെക്കുറിച്ച്, അതുപോലെ എങ്ങനെ മുമ്പോട്ട് പോകണമെന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു ഓൾട്ടർനേറ്റീവ് അജണ്ടകൾ ഓൾറെഡി പിന്നെ കൈകാര്യം ചെയ്യുന്ന, അത് മുന്നിൽ വയ്ക്കാൻ ശേഷിയുള്ള ഒരു ലീഡറായിട്ടാണ് VD സതീശൻ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് മറ്റൊരു അന്തരീക്ഷം, ഹീസ് എ യങ്ങർ പൊളിറ്റീഷ്യൻ എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരു പൊളിറ്റീഷ്യനായിട്ടാണ് സതീശന് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സമീപന രീതിയെക്കുറിച്ച്, അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ
അത്തരം കാര്യങ്ങൾ നമ്മൾ വ്യക്തിഗതമായിട്ടുള്ള ചില പിന്നെ ആളുകളെ എല്ലാ ആളുകളെയും ചെവിയിൽ കടിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതൊന്നും ഒരു ഗൗരവമുള്ള വിഷയമായിട്ട് എടുക്കേണ്ടതില്ല. സതീശൻ ഒരു കുറെ കൂടി മെച്യൂർ ആയിട്ടുള്ള പൊളിറ്റീഷ്യനായിട്ടാണ് വരുന്നത്. തീർച്ചയായും ചെന്നിത്തലയ്ക്കും ക്ലെയിം ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ക്ലെയിം വി ഡി സതീശന്റെ ഒരു പരിമിതി അദ്ദേഹം ഇതുവരെ മന്ത്രി പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. അതെ, തീർച്ചയായും കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിന്റെ ഒരു പ്രശ്നം ഈ മുന്നണി, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടി ഈ സതീശനേക്കാൾ വളരെ സീനിയറായ കുഞ്ഞാലിക്കുട്ടി സഭയിലുണ്ടാവുക, അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ഈ വിവിധ ജാതി സമുദായങ്ങൾ അവരെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാനുള്ളൊരു വൾണറബിലിറ്റി അത് സതീശന്റെ കാര്യത്തിൽ ഉണ്ടോ എന്ന് അല്ലാതെ ചെന്നിത്തലയ്ക്കുണ്ട്. ചെന്നിത്തലയ്ക്ക് കരുണാകരന്റെ ശിഷ്യനാണ് ചെന്നിത്തല. പക്ഷെ ചെന്നിത്തലയ്ക്ക് കൂടി അത് ആ നിലയ്ക്ക് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ട്, ഷാർപ്പായിട്ട് പൊളിറ്റിക്സ് പറയാൻ ആർക്ക് കഴിയുന്നുള്ള പ്രശ്നം. അവിടെയുള്ള പ്രശ്നം ചെന്നിത്തല എന്തുകൊണ്ട് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചേ പറ്റുള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ചെന്നിത്തലയുടെ പ്രശ്നം, ചെന്നിത്തല ഒരു അസർട്ടീവായിട്ട് ലീഡറായിട്ട് ഒരു കാലത്തും പ്രവർത്തിച്ചിട്ടില്ല. ചെന്നിത്തല ധാരാളം ആരോപണങ്ങൾ ഉന്നയിക്കും, അത് കഴിഞ്ഞ് അടുത്ത അതിൻ്റെ ആരോപണത്തിലേക്കും, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പക്ഷേ അദ്ദേഹം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ഓൾ ഔട്ട് വാർ അതിന് അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ തവണ വലിയ തോതിൽ അവർ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാരിനെ അന്ന് തന്നെ പൊട്ടിക്കാൻ കഴിയേണ്ടതായിരുന്നു. എന്തുകൊണ്ട് 2021 അവർക്ക് അവർ ഉള്ള അവസ്ഥയിൽ നിന്ന് 2026 മാറ്റം വന്നു? 2021 ശേഷം വന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലും LDF വിജയിച്ചിട്ടില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ സതീശൻ്റെ തെരഞ്ഞെടുപ്പ് ലീഡർഷിപ്പിൻ്റെ രീതി, സതീശൻ്റെ കാൽക്കുലേഷൻസ്, അദ്ദേഹം കൊണ്ടുവന്ന ആർഗ്യുമെൻറ്റ്സ് മറ്റതിനേക്കാൾ ക്രെഡിബിലിറ്റി ഉള്ളതായിരുന്നു. അപ്പം ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ ആളുകളെ മാനേജ്മെൻറ്റ് ലെവലിൽ അദ്ദേഹം സമർത്ഥനായാണ്. പക്ഷേ മാനേജ്മെൻറ്റ് ലെവലിനപ്പുറം ജനങ്ങളെ മുന്നിൽ നിർത്തി നയിക്കുക എന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ അദ്ദേഹം പരാജയപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഈ സമയത്ത് പോലും ഒരുപക്ഷെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് അല്ലെങ്കിൽ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്ക് ഒരുപക്ഷെ കൂടുതൽ സ്വീകാര്യം ചെന്നിത്തലയാവും. പക്ഷേ കേരളത്തിലെ പൊതു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കൂടുതൽ സ്വീകാര്യനായിരിക്കുക സതീശനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും KC വേണുഗോപാൽ ആ പിക്ചറിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ആ തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ ഒരു കാലത്തും KC വേണുഗോപാൽ കേരളത്തിൽ എടുത്തിട്ടില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു സംഘാടകനാണ് എന്നതിനപ്പുറം കേരള രാഷ്ട്രീയത്തെ നയിക്കുന്ന ലീഡേഴ്സിൽ ഒരു കാലത്തും KC വേണുഗോപാൽ ഉണ്ടായിരുന്നില്ല എന്നത് റിയാലിറ്റിയാണ്. ഈ അഖിലേന്ത്യാ തലത്തിൽ വലിയ സ്വാധീനമുള്ള നേതാക്കൾ പലപ്പോഴും ഈ വിവിധ സ്റ്റേറ്റുകളിൽ ഇടപെടാൻ പറ്റുന്നവർ, അങ്ങനെ ഒരു പൊസിഷനിൽ എത്തുന്ന ആളുകൾ പോലും എന്തിനാണ് ഈ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നതിന് കാര്യം? ഇപ്പം A.K. ആന്റണി പോലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വലിയ പൊസിഷനിൽ ഇരിക്കുമ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാൻ വേണ്ടി അത് രാജിവെച്ചിട്ട് ഓടി വരാറ്. എന്തുകൊണ്ടാണ് അവർ ഈ ചെറിയൊരു കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം? കോൺഗ്രസിൻ്റെ ഡൽഹിയിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബമാണ്. നിങ്ങൾ നെഹ്റു കുടുംബം വലിയ വൻവൃക്ഷത്തിന് താഴെ നിങ്ങൾക്ക് നിൽക്കാമെന്നല്ലാതെ നിങ്ങൾക്കൊരു വൻവൃക്ഷമാവാനുള്ള ഒരു സാധ്യത ഡൽഹിയിലില്ല. അത് നെഹ്റുവിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് നെഹ്റു കുടുംബം ഈക്വൽസ് കോൺഗ്രസ് പാർട്ടി എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചാലഞ്ച് ചെയ്യാൻ ശ്രമിച്ച ആളുകളാണ് 67-68 നിജലിക്കപ്പയെ പോലുള്ള ആളുകൾ, മൊറാർജി ദേശായെ പോലെ ആളുകൾ, സഞ്ജീവ് റെഡ്ഡിയെ പോലുള്ള ആളുകൾ, എത്ര കൊലകുമ്പന്മാർ, കാമരാജൊക്കെ പറഞ്ഞാൽ ഇന്ന് പൊളിറ്റിക്കലായിട്ട് ഇത്രയും ഷൂഡായിട്ടുള്ള വേറൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. ഈ കക്ഷികളൊക്കെ നോക്കിയിട്ടും അവസാനം നെഹ്റു കുടുംബത്തിലിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ജയിച്ചു വന്നത്. 71 അവരെ ദുർഗ എന്ന് BJPയുടെ ലാൽകൃഷ്ണ അഡ്വാനി പാടി പുകഴ്ത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് യുദ്ധം കഴിഞ്ഞപ്പോഴും. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ അതിനൊരു കാരണം നെഹ്റു കുടുംബത്തിൻ്റെ ഒരു വലിയ അപ്രമാദിത്വം ഡൽഹിയിലുണ്ട്. അത് ഒരു പക്ഷേ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു സവിശേഷതയായിരിക്കും. ഒരു ഫ്യൂഡലായിട്ടുള്ള ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പിന്നെ ഒരു വ്യക്തിയാരാധന, പേഴ്സണാലിറ്റി കൾട്ട് നമുക്കുണ്ട്. പിന്നെ ഇതൊരു വലിയ പ്രമാണി കുടുംബവുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ള ആളുകളൊക്കെ ഈ സത്രപ്സ്, അവിടെ ഒരു മുഗൾ പാദുഷ, പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ സത്രപന്മാർ, ഓരോ പ്രാദേശിക സത്രപന്മാർ. അപ്പം അവിടെ ഈ മരത്തിൻ്റെ അടിയിൽ നിൽക്കുന്നതിൽ സ്വന്തമായിട്ട് ഒരു കേരളത്തിലാണെങ്കിൽ സ്വന്തമായിട്ട് വലിയ വടവൃക്ഷമായിട്ട് മാറാം. കരുണാകരൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ആന്റണി അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പാരമ്പര്യം തുടർന്ന് വന്ന് ആന്ധ്രയിൽ പോലും, ആന്ധ്ര, കർണാടക, എല്ലാ സ്ഥലത്തും യഥാർത്ഥത്തിൽ പ്രാദേശിക നേതാക്കളായിട്ടുള്ള ആളുകളെ പിന്നെ കോൺഗ്രസ് അക്കമഡേറ്റ് ചെയ്യാണ്.
പക്ഷെ അവരെ ചാലഞ്ച് ചെയ്യില്ല, അവരുടെ താല്പര്യങ്ങളൊക്കെ സംഭവിച്ചു. ഡൽഹിയിൽ ഇടപെടാൻ സമ്മതിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഘടനാ സെക്രട്ടറിയാണ്, സംഘടന ഒരു കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് സംസാരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് ആ പ്രോസസ്സിനകത്ത് യഥാർത്ഥത്തിൽ നെഹ്റു കുടുംബത്തിന് പുറത്ത് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ആളുകൾ, പഴയ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1-2 അവരുടെ ക്ലർക്കന്മാരൊക്കെ ആയിരുന്ന ആളുകളാണ് പിന്നെ ഈ കാര്യങ്ങൾക്ക് നിയന്ത്രിച്ചിരുന്നത്. അത് പൊളിറ്റീഷ്യൻസ് ആയിരുന്നില്ല. ഈവൻ KP ഉണ്ണികൃഷ്ണൻ എന്നോട് പറഞ്ഞൊരു സംഗതിയുണ്ട്. പിന്നെ സഞ്ജയ് ഗാന്ധിക്കെതിരായിട്ട് എന്തോ ഒരു പരാതി ഉന്നയിക്കാൻ വേണ്ടിയിട്ട് 76 അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം ആളാണ് പുള്ളി, അദ്ദേഹവും പിന്നെ വേറെ 2 നേതാക്കന്മാരും ചേർന്നിട്ടാണ് പോയത്. അപ്പം ഇന്ദിരാഗാന്ധിയോട് സംസാരിച്ചു. പിന്നെ സഞ്ജയിന് ചില വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം സഞ്ജയിനെതിരായിട്ട് സംഘടിതരായിരിക്കുക, നിങ്ങൾ വീട്ടിൽ നിറങ്ങണം എന്ന് വട്ടിൽ പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം KP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അതൊരു വേറൊരു ലോകമാണ്. നിങ്ങൾ എത്ര ലോയലിസ്റ്റ് ആയാലും ഈ കുടുംബകാര്യത്തിൻ്റെ വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ടാവും എന്നുള്ളതാണ് അനുഭവം. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ വന്നൊരു പുതിയ സ്പേസ് ഉണ്ടാക്കാനുള്ള ആലോചന ആളുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ കേരളത്തിൽ വന്ന് പ്രവർത്തിക്കണം, കേരളത്തിൽ വന്നിട്ട് ജനങ്ങളുടെ വിശ്വാസം നേടണം. അത് നേടാത്ത കാലത്തോളം കേരളത്തിലെ ലീഡേഴ്സിനെ അങ്ങനെ എളുപ്പത്തിൽ ബീറ്റ് ചെയ്യാനില്ല. ആൻ്റണി പോലും 2001 ആൻ്റണി മുഖ്യമന്ത്രിയായി. 2004 ആയപ്പോഴേക്കും പുള്ളിക്കാരൻ ഇവിടുന്ന് രാജിവെച്ചിട്ട് ഡൽഹി വന്ന് ഇരിക്കുകയായിരുന്നു. ഞാൻ ഡൽഹിയിലെ സമയത്താണ്. പുള്ളി കേരള ഹൗസിലെ ഒരു റൂമിൽ മൂപ്പർക്ക് വേറെ ജോലിയൊന്നുമില്ല, സമയത്ത് പദവിയില്ല, കോൺഗ്രസിൽ പദവിയില്ല, പിന്നെ മന്ത്രിസഭയില്ല. അതിനുശേഷമാണ് പുള്ളി മന്ത്രിസഭയിൽ പിന്നെ മൻമോഹൻ സിംഗ് മന്ത്രിസഭ 2004 എൻഡിൽ ഇലക്ഷൻ വന്നു, പുതിയ സർക്കാർ വന്നു, മൻമോഹൻ സിംഗ് ആണ് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ കൊണ്ടുവന്നു, പിന്നെ ഡിഫൻസ് മിനിസ്റ്ററൊക്കെ ആക്കി. അത് പിന്നീട്. പക്ഷേ അതിൻ്റെ ഇടയിലൊരു അന്തരാളുകൾ കേരളത്തിലെ മുഖ്യമന്ത്രി പദം വിട്ടിട്ട് ഡൽഹിയിൽ ചെന്ന കാലത്ത് ആന്റണി വെറുതെ ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആ തരം ക്രൈസിസ് കോൺഗ്രസ്സിൽ എല്ലായ്പ്പോഴും ഉള്ളതാണ്. നിങ്ങൾ എത്ര വലിയ പ്രമാണിയായ നേതാവായാലും ചിലപ്പോൾ നിങ്ങൾ കൈവിട്ട് താഴോട്ട് വീണ്ടും മുങ്ങി വരണം. ആ ഒരു ക്രൈസിസ് പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഗതിക്രമമായിട്ടാണ് അത് കാണേണ്ടത്. ഒരു നിലക്കത് ഗുണവും ചെയ്യും. കാരണം ഒരു പരിധി വരെ നിങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ, നിങ്ങൾ വെല്ലുവിളികൾ നേരിടാൻ, ഇപ്പോൾ എല്ലാ കാര്യത്തിലും എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഞാനാണ് ഈ ലോകാധിപൻ എന്ന് ചിന്തിക്കുന്നതിലും നല്ലത് നിങ്ങൾ എപ്പോഴും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ കൂടി വിജിലൻ്റ് ആയിരിക്കും. ആ ഒരു വിജിലൻസ് ആണ് കോൺഗ്രസിൻ്റെ ശക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു 3 പേരെ പരിഗണിക്കേണ്ടി വരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിൽ. തീർച്ചയായും 3 പേർ എന്ന് പറയുന്നത് തീർച്ചയായും KC വേണുഗോപാൽ പിൻവാങ്ങാൻ തയ്യാറില്ലെങ്കിൽ, കാരണം സത്യത്തിൽ KC വേണുഗോപാലിൻ്റെ ശക്തി കിടക്കുന്നത് ഈ 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരു പൊസിഷൻ എടുക്കുകയാണ് KC വേണുഗോപാൽ നല്ലത്. കാരണം KC വേണുഗോപാൽ അൾട്ടിമേറ്റ്ലി കേരളത്തിലെ ഇന്ന് ജയിച്ചു വരാൻ പോകുന്ന MLA-മാരുടെ സെറ്റപ്പിനകത്ത് അവരുടെ കോൺഫിഡൻസ് പിടിക്കൽ പ്രയാസമായിരിക്കും. പിന്നെ 2 ക്യാമ്പായിട്ട് പഴയ ആൻ്റണി കരുണാകരൻ കാലത്തുള്ള മാതിരി 2 ക്യാമ്പായിട്ട് തമ്മിലടിക്കുന്ന ഒരു രൂപത്തിലേക്ക് കോൺഗ്രസ് പോയാൽ കോൺഗ്രസ്സിന് പിന്നീട് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ KC വേണുഗോപാലിനാണ് എന്നൊരു ആരോപണവും അദ്ദേഹം നേരിടേണ്ടതായിട്ട് വരും. അതിന് നല്ലത് ഈ സംഘർഷത്തിനിടയിൽ ഇങ്ങനൊരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്തൊരു മധ്യസ്ഥത വഹിച്ചുകൊണ്ട് അഖിലേന്ത്യാ ലീഡർഷിപ്പിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു പുതിയ ലീഡർഷിപ്പ്, സമവായത്തിലൂടെ ലീഡർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതിൽ ആർക്കാണോ ഇൻറ്റേർണലായിട്ട് യഥാർത്ഥത്തിൽ പിന്തുണയുള്ളത്, MLA-മാരുടെ പിന്തുണ ആർക്കാണോ ഉള്ളത് അദ്ദേഹത്തെ ലീഡറായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയിലേക്ക് പോകുന്നതാണ് ഫ്യൂച്ചറിൽ KC വേണുഗോപാലിന് കേരളത്തിൽ ആക്സെപ്റ്റൻസ് കിട്ടാൻ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ KC ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്ന് ചേരാനുള്ള എല്ലാ സാധ്യതയുണ്ട്.